രണ്ടാം അധ്യായത്തിൻ്റെ 14, 19, 20 വാക്യങ്ങൾ. സഹോദരന്മാരെ, ഒരുത്തൻ തനിക്ക് വിശ്വാസമുണ്ട് എന്ന് പറയുകയും പ്രവൃത്തികളില്ലാതിരിക്കുകയും ചെയ്താൽ ഉപകാരമെന്ത്? ആ വിശ്വാസത്താൽ അവൻ രക്ഷ പ്രാപിക്കുമോ? 19, 20. ദൈവം ഏകൻ എന്ന് നീ വിശ്വസിക്കുന്നുവോ? കൊള്ളാം. പിശാചുക്കളും അങ്ങനെ തന്നെ വിശ്വസിക്കുകയും വിറയ്ക്കുകയും ചെയ്യുന്നു. വ്യർത്ഥ മനുഷ്യ, പ്രവൃത്തിയില്ലാത്ത വിശ്വാസം നിഷ്ഫലമെന്ന് ഗ്രഹിപ്പാൻ നിനക്ക് മനസ്സുണ്ടോ? യാക്കോബിന്റെ ലേഖനം, യാക്കോബ് ശക്തമായി ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. പ്രവൃത്തിയില്ലാത്ത വിശ്വാസം നിഷ്ഫലമാണെന്ന് ഗ്രഹിക്കുവാൻ നിനക്ക് മനസ്സുണ്ടോ? വിശ്വാസം പലർക്കുമുണ്ട്, എന്നാൽ പ്രവൃത്തിയില്ലാത്ത വിശ്വാസം ഒരു പ്രയോജനവുമില്ല, നിഷ്ഫലമാണെന്ന് നമുക്ക് ഗ്രഹിക്കുവാൻ കഴിയുമോ? വാസ്തവത്തിൽ യാക്കോബ് ഒരു പ്രാർത്ഥനാ മനുഷ്യനായിരുന്നു. ആത്മീകത്തിനേറെ വില കൽപ്പിക്കുന്ന ഒരു വ്യക്തിയായിരുന്നു യാക്കോബ്. വിശ്വാസത്തിൻ്റെ മൂല്യം വിശ്വാസികൾ നന്നായി കാണണമെന്ന് അതിയായി ആഗ്രഹിച്ച ഒരു വ്യക്തി, നല്ല കാഴ്ചപ്പാടുണ്ടായിരുന്ന ഒരു ഭക്തൻ. ഈ യാക്കോബിൻ്റെ ലേഖനം വാസ്തവത്തിൽ പ്രായോഗിക ക്രിസ്തീയ ജീവിതത്തിൽ നാം ചെയ്യേണ്ട പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ ഓർപ്പിക്കുന്ന ഒരു ലേഖനമാണ്. അടുത്തത് ക്രിസ്തീയ ജീവിതം ധന്യമാക്കുന്ന ചില നല്ല ഉപദേശങ്ങൾ അടങ്ങിയിരിക്കുന്ന ഒരു ലേഖനം, യാക്കോബിൻ്റെ ലേഖനം. ചുരുങ്ങിയ ചില അധ്യായങ്ങൾ മാത്രമേ ഉള്ളത്, വായിക്കുവാൻ നല്ല സുഖമുള്ള ഒരു ലേഖനമാണ്. വളരെ കാര്യപ്രസക്തമായിട്ടുള്ള പല കാര്യങ്ങൾ അടങ്ങിയിരിക്കുന്ന ഒരു ലേഖനം. അതിൻ്റെ ഈ താക്കോൽ വാക്യങ്ങൾ എന്നറിയപ്പെടുന്ന 2 ഭാഗങ്ങളുണ്ട്. അതിലൊരു ഭാഗമാണ് ഇപ്പോൾ വായിച്ചത്. അടുത്തത് 1-ാം അധ്യായത്തിന്റെ 19 മുതൽ 22 വരെയുള്ള വാക്യം കൂടെ ഒന്ന് വായിക്കണമേ പെട്ടെന്ന്. സഹോദരന്മാരെ, നിങ്ങൾ അത് അറിയുന്നുവല്ലോ. എന്നാൽ ഏത് മനുഷ്യനും കേൾപ്പാൻ വേഗതയും പറയുവാൻ താമസവും കോപത്തിന് താമസവും ഏത് മനുഷ്യനും കേൾക്കുവാൻ വേഗതയും പറയുവാൻ താമസവും കോപത്തിന് താമസമുള്ളവൻ ആയിരിക്കട്ടെ. മനുഷ്യന്റെ കോപം ദൈവത്തിന്റെ നീതിയെ പ്രവർത്തിക്കുന്നില്ല. ആകയാൽ എല്ലാ അഴുക്കും ദുഷ്ടതയുടെ ആധിക്യവും വിട്ട് നിങ്ങളുടെ ആത്മാക്കളെ രക്ഷിപ്പാൻ ശക്തിയുള്ളതും ഉൾനട്ടതുമായ വചനം സൗമ്യതയോടെ കൈക്കൊള്ളുക. ആകയാൽ എല്ലാ അഴുക്കും ദുഷ്ടതയുടെ ആധിക്യവും വിട്ട് നിങ്ങളുടെ ആത്മാക്കളെ രക്ഷിക്കുവാൻ ശക്തിയുള്ളതും ഉൾനട്ടതുമായ വചനം സൗമ്യതയോടെ കൈക്കൊള്ളുവിൻ. എങ്കിലും വചനം കേൾക്ക മാത്രം ചെയ്തതുകൊണ്ട് തങ്ങളെ തന്നെ ചതിക്കാതെ അതിനെ ചെയ്യുന്നവരായും ഇരിപ്പീൻ. ഞാൻ ഈ ഭാഗം വായിച്ചത്, ഞാൻ പറഞ്ഞത് 2 ഭാഗമാണ് ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട യാക്കോബിൻ്റെ ലേഖനത്തിലെ താക്കോൽ വാക്യം എന്ന് അറിയപ്പെടുന്നത്. അതിൻ്റെ 1-ാമത്തെ ഭാഗമാണ് ആരംഭത്തിൽ വായിച്ചത്, അടുത്ത ഭാഗമാണ് ഇപ്പോൾ വായിച്ചത്. എന്നാൽ നാം വായിച്ച ഭാഗത്ത് വിശ്വാസത്തെക്കുറിച്ച് പറയുമ്പോൾ വിശ്വാസം നല്ലതാണ്, എന്നാൽ അത് പ്രവൃത്തിയാൽ തെളിയിച്ചാലേ യാഥാർത്ഥ്യമാകുകയുള്ളൂ. വിശ്വസിക്കുവാൻ പലർക്കും പറ്റും, എല്ലാവർക്കും വിശ്വസിക്കുവാൻ പറ്റും, പലർക്കും പറ്റും. അതുകൊണ്ടാണ് ഈ 2-ാം അധ്യായത്തിന്റെ 19-ാം വാക്യം ഒന്നുകൂടെ ഒന്ന് വായിക്കണേ. 2:19 ഒന്നുകൂടെ വായിക്കണം. ദൈവം ഏകനെന്ന് നീ വിശ്വസിക്കുന്നു. കൊള്ളാം. അടുത്തതോടെ പിശാചുക്കളും അങ്ങനെ വിശ്വസിക്കുകയും വെറുക്കുകയും ചെയ്യുന്നു. അപ്പോൾ ദൈവം ഏകനെന്ന് നാം വിശ്വസിക്കുന്നത് നല്ല കാര്യമാണ്, കൊള്ളാം. പക്ഷേ പിശാചും അത് തന്നെ വിശ്വസിക്കുകയാണ്. ദൈവത്തിന് മുമ്പിൽ പിശാചും വിറയ്ക്കുന്നുണ്ട്, അത് സത്യമാണ്. എന്നാൽ അടുത്ത വാക്യം ഒന്നുകൂടെ വായിക്കണമേ. വ്യർത്ഥ മനുഷ്യ, പ്രവൃത്തിയില്ലാത്ത വിശ്വാസം നിഷ്ഫലമെന്ന് ഗ്രഹിപ്പാൻ നിനക്ക് മനസ്സുണ്ടോ? ദൈവത്തിൻ്റെ ആത്മാവ് ഇന്ന് ഈ വൈകിയ സമയത്ത് ശക്തിയോടെ നമ്മെ ഓർപ്പിക്കുന്ന ഒരു കാര്യം, പ്രവൃത്തിയില്ലാത്ത വിശ്വാസം നിഷ്ഫലമെന്ന് ഗ്രഹിക്കുവാൻ നിനക്ക് മനസ്സുണ്ടോ? ഞാൻ ഓർപ്പിക്കട്ടെ, വിശ്വസിക്കുവാൻ പലർക്കും കഴിയും. എനിക്ക് നല്ല വിശ്വാസമാണെന്ന് പലരും പറയും, എനിക്ക് നല്ല സ്നേഹമുണ്ട്, നല്ല കരുണയുണ്ടെന്ന് പറയും. പക്ഷെ പറയാൻ എളുപ്പമാണ്, എന്നാൽ അത്
പ്രവൃത്തിയിലൂടെ കാണിക്കുവാൻ കഴിയുമോ? ഇന്ന് വൈകുന്നേരം കടന്നു വന്ന പ്രിയപ്പെട്ടവരോട് ദൈവാത്മാവ് ഓർപ്പിക്കുന്നത്, നിനക്ക് എത്ര സ്നേഹമുണ്ടെങ്കിലും, എത്ര കരുണയുണ്ടെങ്കിലും, എത്ര വിശ്വാസമുണ്ടെങ്കിലും, അത് ജീവിതം പ്രവൃത്തിയിലൂടെ വെളിപ്പെട്ടാൽ മാത്രമേ അത് മറ്റുള്ളവർക്ക് മനസ്സിലാക്കുവാൻ കഴിയുകയുള്ളൂ, അത് കർത്താവ് അംഗീകരിക്കുകയുള്ളൂ. ഞാൻ പലപ്പോഴും ഓർക്കാറുണ്ട്, ഒരാൾ മദ്യപിച്ചിട്ട് അതെങ്ങനെയാണ് തെളിയിക്കുന്നത്? പോലീസ് ഒരു പക്ഷേ ഒരു ആക്സിഡൻറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടായി, വലിയൊരു ആക്സിഡൻ്റ് ഉണ്ടായി, മദ്യപിച്ച ഒരു വ്യക്തിയാണ്. പോലീസ് അത് തെളിയിക്കുന്നത് ഒരു പക്ഷേ നമുക്കറിയാം, നമ്മുടെ നാട്ടിൽ ഇവിടെയൊക്കെ അത്ര പ്രസിദ്ധമല്ല, ഒരു ഊതുന്ന ഒരു സംഗതിയുണ്ട്. പോലീസ് വന്നിട്ട് പറയും, ഇതിലേക്കൊന്ന് ഊതാൻ പറയും. അപ്പോൾ അങ്ങനെ നോക്കും. പിന്നെ അല്പം കൂടെ സിവിയറായി കുറച്ചുകൂടെ വ്യക്തമായിട്ട് അറിയണമെങ്കിൽ ബ്ലഡ് ടെസ്റ്റ് ചെയ്യും. ബ്ലഡ് ടെസ്റ്റ് ചെയ്താൽ അറിയാം മദ്യപിച്ചിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളത്. പോലീസും കാര്യങ്ങളൊക്കെ അങ്ങനെ നോക്കുന്നതെങ്കിലും മദ്യപിച്ച ഒരു വ്യക്തിയുമായിട്ട് ഏറ്റവും അടുത്തുള്ള അല്ലെങ്കിൽ ഭവനത്തിലെ പ്രിയപ്പെട്ടവർക്ക്, അടുത്ത് ഇടപെടുന്നവർക്ക് ഊതുകയും വേണ്ടാൽ ബ്ലഡ് നോക്കണ്ട, ഭവനത്തിലേക്ക് വരുമ്പോഴേ വ്യക്തമായിട്ട് അറിയാം ഈ ആൾ മദ്യപിച്ചതാണോ അല്ലയോ എന്നുള്ളത്. ഞാൻ പറയുന്നത് വിശ്വാസം പ്രവൃത്തിയിലൂടെ, അത് നമ്മോട് കൂടെ നിൽക്കുന്നവർക്ക്, അടുത്ത് നിൽക്കുന്നവർക്ക്, ഭവനത്തിലുള്ള പ്രിയപ്പെട്ടവർക്ക്, സഭയിലുള്ള പ്രിയപ്പെട്ടവർക്ക് അത് വ്യക്തമായി മനസ്സിലാക്കുവാൻ കഴിയും. ഒരാൾക്കൊരു മാനസിക രോഗമാണ്. ആദ്യം ഡോക്ടറുടെ അടുത്തോട്ട് കൊണ്ടുപോയി അത് മാനസിക രോഗമാണോ ഇല്ല ഡോക്ടറെ ഒന്ന് നോക്കി, ഒന്ന് പരിശോധിച്ച് നോക്കിയിട്ടല്ല അറിയുന്നേ. വീട്ടിൽ പാർക്കുന്നവർക്ക് മാനസിക രോഗമാണെങ്കിൽ അതിൻ്റേതായ ലക്ഷണങ്ങൾ പലത് കാണുമ്പോൾ അവരാണ് ആദ്യം അറിയുന്നത്, അയ്യോ എൻ്റെ പ്രിയപ്പെട്ടവർക്ക് മാനസിക രോഗമാണ്. ഓട്ടിസമൊക്കെ ബാധിച്ച കുഞ്ഞുങ്ങളുണ്ട്, ഞാൻ അതിനെക്കുറിച്ച് പറയുകയല്ല. എന്നാൽ അത് ഡോക്ടേഴ്സ് സർട്ടിഫൈ ചെയ്തിട്ട് അല്ല, അതിനു മുമ്പേ ഏറ്റവും പെട്ടെന്ന് അറിയുന്നത് മാതാപിതാക്കളാണ് അറിയുന്നത്, ഏറ്റവും പെട്ടെന്ന് അറിയുന്നത്. ഞാൻ പറഞ്ഞു വരുന്നത് എന്താണെന്ന് ചോദിച്ചാൽ, നമ്മുടെ പ്രവൃത്തിയിലൂടെ ഒരു വിശ്വാസിയാണെന്ന് നാം തെളിയിക്കണം. നമ്മുടെ പ്രവൃത്തി കാണുമ്പോൾ വിശ്വാസമുണ്ട്, യഥാർത്ഥ വിശ്വാസ ജീവിതം നമുക്കുണ്ടോ, യഥാർത്ഥ വിശ്വാസിയാണോ എന്ന് ദൂരെ എങ്ങും ആരും പോയി നോക്കണ്ട. വീട്ടിലുള്ള ആൾക്കാർക്കെ കുറിച്ച് അന്വേഷിക്കുക, ഇവനൊരു യഥാർത്ഥ വിശ്വാസിയാണോ എന്ന് ഭവനത്തിലുള്ളവർക്കറിയാം, സഭയിലുള്ള പ്രിയപ്പെട്ടവർക്കറിയാം ഇതൊരു യഥാർത്ഥ വിശ്വാസിയാണോ. ഇന്ന് ദൈവസന്നിധിയിലായിരിക്കുന്ന പ്രിയപ്പെട്ടവരോട് ദൈവാത്മാവിൽ ഞാൻ ഓർപ്പിക്കട്ടെ, മാറ്റമില്ലാത്ത ദൈവത്തിൻ്റെ വചനം പറയുന്നത്, വ്യർത്ഥ മനുഷ്യ, പ്രവൃത്തിയില്ലാത്ത വിശ്വാസം നിഷ്ഫലമെന്ന് ഗ്രഹിക്കുവാൻ നിനക്ക് മനസ്സുണ്ടോ? നമ്മുടെ വിശ്വാസ ജീവിതത്തിൽ നമുക്ക് പ്രവൃത്തിയില്ല എങ്കിൽ, പ്രവൃത്തി എന്ന് പറയുമ്പോൾ ധാരാളം കാര്യങ്ങളുണ്ട്. അതില്ലാത്ത ഒരു വ്യക്തി വിശ്വാസിയാന്ന് പറഞ്ഞിട്ടൊരു കാര്യവുമില്ല. ധാരാളം കാര്യങ്ങളുണ്ട്. ആത്മാവിൻ്റെ ഫലം എന്താണെന്ന് പറഞ്ഞിട്ടുണ്ട്, പല കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ട്. കോപം, ക്രോധം, ഈർഷ്യ, പക, പിണക്ക് ചിലർക്കാണെങ്കിൽ. സഹോദരനും കാര്യങ്ങളുമൊക്കെയാണ്. ഒരു വിഷയമുണ്ടായി, അതിനൊക്കെ പരിഹാരം എന്നോടൊന്ന് ക്ഷമിക്കണമേ എന്നെല്ലാം പറഞ്ഞ് 6 മാസം കഴിയുമ്പോഴും പഴയതിനേക്കാൾ പകയും വെച്ചുകൊണ്ടിരിക്കുക. ദൈവസഭയിൽ കടന്നു വരുമ്പോൾ ആരാധിക്കുന്നുണ്ട്, പാട്ട് പാടുന്നുണ്ട്, പ്രാർത്ഥിക്കുന്നുണ്ട്, അന്യഭാഷയിൽ ആരാധിക്കുന്നുണ്ട്. പക്ഷേ ഇത് വെച്ചുകൊണ്ടിരുന്നാൽ ദൈവത്തിൻ്റെ വചനം, മാറ്റമില്ലാത്ത വചനം പറയുന്നത്, നിങ്ങൾ എത്ര ദൈവത്തെ ആരാധിച്ചാലോ, എത്ര ദൈവത്തെ സ്തുതിച്ചാലോ, പ്രവൃത്തിയില്ലാത്ത വിശ്വാസ ജീവിതം. നീ ഒരു വിശ്വാസി എന്ന് പറയുമ്പോൾ നിന്റെ പ്രവൃത്തി മറ്റുള്ളവർ കാണുമ്പോൾ, മറ്റുള്ളവരത് അറിയുമ്പോൾ, നിന്റെ ജീവിതം വിശ്വാസ ജീവിതമല്ല, അത് വ്യർത്ഥ ജീവിതമാണ് എന്നുള്ളത് മനസ്സിലാക്കും. ഞാൻ പറയട്ടെ, ഒരു ദാനിയേലിനെ കുറിച്ച് നമുക്കറിയാം. നമുക്കെല്ലാം നമുക്ക് വളരെ വ്യക്തമായിട്ട് അറിയാവുന്ന ഒരു കഥാപാത്രമാണ്. ദൈവം ദാനിയേലിനെ വിളിച്ചത് പ്രിയ പുരുഷനായ ദാനിയേലേ. എന്തുകൊണ്ടാണ് ദൈവം അങ്ങനെ പ്രിയ പുരുഷനായ ദാനിയേലേ? ദൈവം ഒരു മനുഷ്യനെ പ്രിയ പുരുഷനായ ദാനിയേലേ, നമ്മുടെ പേര് വിളിച്ചിട്ട്, ഇപ്പോൾ ജോർജ് റിബേരെ വിളിച്ചിട്ട് പ്രിയ ജോർജ് റിബേരെ എന്ന് ദൈവം വിളിച്ചാൽ അതിനേക്കാൾ കൂടുതൽ വേറെ എന്തുണ്ട്? ദൈവത്തിന് പ്രിയനായിട്ടുള്ള ഒരാളെന്ന് വിളിക്കാൻ എന്താണ് അതിൻ്റെ കാര്യങ്ങൾ, എന്താണ് അതിൻ്റെ കാരണങ്ങൾ?
നമുക്കറിയാം അവസരങ്ങൾ പലത് കടന്നു വന്നിട്ടും വിശുദ്ധിക്കെതിരായി യാതൊരു കോംപ്രമൈസും ചെയ്യാത്ത ഒരുവനായിരുന്നു ദാനിയേൽ. എത്രമാത്രം പ്രലോഭനങ്ങൾ തനിക്കെതിരെ കടന്നു വന്നിട്ടും തൻ്റെ വിശുദ്ധ ജീവിതത്തിനെതിരെ ഒരു കോംപ്രമൈസും ചെയ്യാത്ത ഒരു വ്യക്തിയായിരുന്നു ദാനിയേൽ. നമുക്കറിയാം 1-ാം അധ്യായത്തിൻ്റെ 8-ാം വാക്യം ഒന്ന് വായിക്കണേ, 1-ന്റെ 8 വായിക്കണമേ. എന്നാൽ രാജാവിന്റെ ഭോജനം കൊണ്ടും താൻ കുടിക്കുന്ന വീഞ്ഞു കൊണ്ടും തന്നെ താൻ അശുദ്ധമാക്കുകയില്ല എന്ന് ദാനിയേൽ. രാജാവിന്റെ ഭോജനം കൊണ്ടും താൻ കുടിക്കുന്ന വീഞ്ഞു കൊണ്ടും ഒരു കാര്യം ദാനിയേലിന് വളരെ വ്യക്തമായിട്ട് അറിയാം. രാജകൊട്ടാരത്തിലാണ് താൻ പാർക്കുന്നത്. രാജാവ് ഭക്ഷിക്കുന്ന ഭക്ഷണം, രാജാവ് കുടിക്കുന്ന പാനീയം, അത് വാസ്തവത്തിൽ ഏറ്റവും ശ്രേഷ്ഠമായതാണ്. വളരെ 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 ശ്രേഷ്ഠമെന്ന് ലോകം എണ്ണുന്നതാണ്. പക്ഷേ ദാനിയേലിനൊരു കാര്യം അറിയാം, ഞാൻ സേവിക്കുന്ന ഒരു ദൈവമുണ്ട്. എൻ്റെ ദൈവം ചില അതിര് എനിക്ക് വരച്ചിട്ടുണ്ട്. നീ ഇന്ന സ്ഥലം വരെ പോകാം, ഇന്ന സ്ഥലം വരെ നീ എത്തിപ്പിടിക്കാം എന്നുള്ള ചില കാര്യങ്ങൾ വെച്ചിട്ടുണ്ട്. ഇന്ന് ദൈവസന്നിധിയിലായിരിക്കുന്ന പ്രിയപ്പെട്ടവരോട് ദൈവനാമത്തിൽ ഞാൻ ഓർപ്പിക്കട്ടെ, വിശുദ്ധിക്കെതിരെ യാതൊരു കോംപ്രമൈസും ചെയ്യാത്ത ശക്തനായ ഭക്തനായ ഒരു വ്യക്തിയായിരുന്നു ദാനിയേൽ. അതുകൊണ്ടാണ് പറഞ്ഞത്, പ്രിയ പുരുഷനായ ദാനിയേലേ. ഞാൻ പലപ്പോഴും ഓർക്കാറുണ്ട്. അതിൻ്റെ 3-ാം അധ്യായത്തിൻ്റെ ദാനിയേൽ പ്രവചനത്തിൻ്റെ 16-17 കൂടെ പെട്ടെന്നൊന്ന് വായിക്കും. 3-ന്റെ 16-17 കൂടെ ഒന്ന് വായിക്കാമോ? ശദ്രക്കും മേശക്കും അബേദ്നെഗോവും രാജാവിനോട് നെബൂഖദ്നേസർ ഈ കാര്യത്തിൽ, രാജാവിനോട് എബ്രായ ബാലന്മാർ പറയുക, രാജാവേ, ഈ കാര്യത്തിൽ ഉത്തരം പറയുവാൻ ആവശ്യമില്ല. ഈ കാര്യത്തിൽ ഉത്തരം പറയുവാൻ ആവശ്യമില്ല. രാജാവിനോട് പറയാ. എന്നിട്ട് ഞങ്ങൾ സേവിക്കുന്ന ദൈവത്തിന് ഞങ്ങളെ വിടുവിപ്പാൻ കഴിയും. അടുത്തത്, അവൻ ഞങ്ങളെ എരിയുന്ന തീച്ചൂളയിൽ നിന്ന് രാജാവിന്റെ കയ്യിൽ നിന്നും വിടുവിക്കും. രാജാവിന്റെ കയ്യിൽ നിന്നും അവൻ ഞങ്ങളെ വിടുവിക്കും. അല്ലെങ്കിലും ഞങ്ങൾ രാജാവിന്റെ ദേവന്മാരെ സേവിക്കുകയല്ല. ഒരു കാര്യം എബ്രായ ബാലന്മാർക്ക് വളരെ വ്യക്തമായിട്ട് അറിയാൻ, രാജാവേ, ഇതിന് ഉത്തരം പറഞ്ഞിട്ട് കാര്യമില്ല. ഒന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു, ഞങ്ങൾ സേവിക്കുന്ന, ഞങ്ങൾ വിശ്വസിക്കുന്ന ദൈവം ഞങ്ങളെ എരിയുന്ന തീച്ചൂളയിൽ ഞങ്ങളെ വിടുവിക്കും. ഇനിയും വിടുവിച്ചാലും വിടുവിച്ചില്ലെങ്കിലും രാജാവ് പറയുന്ന ദേവന്മാരെ, രാജാവ് ആരാധിക്കണമെന്ന് പറയുന്ന ദേവന്മാരെ ഞങ്ങൾ ആരാധിക്കയില്ലെന്ന് ശക്തിയോടെ വിളിച്ചു പറഞ്ഞ ഭക്തനായ ദാനിയേൽ, ആ ദാനിയേലിനോടാണ് ദൈവം പറഞ്ഞത്, പ്രിയ പുരുഷനായ ദാനിയേലേ. നമുക്ക് ആ വിളി, ദൈവത്തിൽ നിന്ന് ആ വിളി കേൾക്കുവാൻ കഴിയുമോ? കഴിയണം. വിടുവിച്ചാലും ഇല്ലെങ്കിലും എൻ്റെ ദൈവം എന്നെ വിടുവിച്ചാൽ ഞാൻ സേവിക്കുമെന്നല്ല. ഒരു കാര്യം അവർ വളരെ വ്യക്തമായി മനസ്സിലാക്കി. അവർ വിശ്വസിച്ചു, എൻ്റെ ദൈവം വിടുവിക്കും. ഒരു പക്ഷേ ഇനി വിടുവിച്ചില്ല, ഇതാണ് എൻ്റെ ജീവിതത്തിൻ്റെ അന്ത്യമെങ്കിലും യാതൊരു വിഷയവും അതിനകത്തിലില്ല. ഈ രാജാവ് പറയുന്ന ദൈവത്തെ, ദേവന്മാരെ ഞങ്ങൾ സേവിക്കുകയില്ല. അടുത്ത ഒരു ഒറ്റ വാക്യം കൂടെ ഒന്ന് വായിക്കണമേ. 6-ന്റെ 11 ഒന്ന് വായിക്കണം. 6-ന്റെ 11 വായിക്കണമേ. അപ്പോൾ ആ പുരുഷന്മാർ ബന്ധപ്പെട്ടു വന്ന് ദാനിയേൽ തന്റെ ദൈവത്തിന്റെ സന്നിധിയിൽ പ്രാർത്ഥിച്ച് അപേക്ഷിക്കുന്നത് കണ്ടു. ഉടനെ അവർ രാജസന്നിധിയിൽ ചെന്ന് രാജാവിന്റെ വിരോധ കൽപ്പനയെ കുറിച്ച് സംസാരിച്ചു. രാജാവെ, 30 ദിവസത്തേക്ക് തിരുമേനിയോടല്ലാതെ യാതൊരു ദേവനോടോ മനുഷ്യനോടോ അപേക്ഷിക്കുന്ന ഏതു മനുഷ്യനെയും സിംഹങ്ങളുടെ ഗുഹയിൽ ഇട്ട് കളയുമെന്നിങ്ങനെ ഒരു കൽപ്പന എഴുതിച്ചിട്ടുണ്ടല്ലോ എന്ന് ചോദിച്ചു. അതിന് രാജാവ് മേദ്യരുടെയും പാർസികളുടെയും 6-11 വായിച്ചേ. ഓൾറൈറ്റ്, ഓക്കെ. 6-ന്റെ ഇതിനകത്തിൽ പറഞ്ഞിട്ടുണ്ട്, എന്നാൽ രേഖ എഴുതിയിരിക്കുന്നു. അത് എത്രാം വാക്യമാണ്? 10. ഓക്കെ, 10-ാം വാക്യം. എന്നാൽ രേഖ എഴുതിയിരിക്കുന്നു എന്ന് ദാനിയേൽ അറിഞ്ഞപ്പോൾ അവൻ വീട്ടിൽ ചെന്ന് അവന്റെ മാളികമുറിയുടെ കിളിവാതിൽ യെരൂശലേമിന് നേരെ തുറന്നിരുന്നു. താൻ മുമ്പേ ചെയ്തു വന്നതുപോലെ ദിവസം 3 പ്രാവശ്യം മുട്ടുകുത്തി തന്റെ ദൈവത്തിന്റെ സന്നിധിയിൽ പ്രാർത്ഥിച്ച് സ്തോത്രം ചെയ്തു. ഒരു കാര്യം വളരെ വ്യക്തമാണ്, രേഖ എഴുതിയിരിക്കുന്നെന്ന് അറിഞ്ഞപ്പോൾ അപ്പോൾ പെട്ടെന്നൊരു ഉപവാസം പ്രഖ്യാപിച്ചില്ല. അപ്പോൾ പെട്ടെന്നൊരു 3 ദിവസത്തെയോ 7 ദിവസത്തെയോ 21 ദിവസത്തെയോ ഉപവാസം പ്രഖ്യാപിച്ചില്ല. ദാനിയേൽ ചെയ്തതെന്താ? താൻ മുമ്പ് ചെയ്തു വന്നതുപോലെ. എന്താണ് അതിൻ്റെ അർത്ഥം? അവൻ്റെ ജീവിതത്തിൽ ഒരു സിസ്റ്റമാറ്റിക് പ്രാർത്ഥനയുടെ ഒരു മനുഷ്യനായിരുന്നു. ഒരു വിഷയം കടന്നു വരുമ്പോൾ മാത്രമല്ല,
ഇന്ന് വൈകിയ സമയത്ത് എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരോട് ദൈവനാമത്തിൽ ഞാൻ ഒരു കാര്യം ഓർപ്പിക്കാം. നിന്റെ ജീവിതത്തിൽ കഠിനമേറിയ ഒരു വിഷയം കടന്നു വരുമ്പോൾ മാത്രമല്ല ദൈവത്തോട് പ്രാർത്ഥിക്കേണ്ടത്. ദാനിയേലിൻ്റെ ജീവിതത്തിൽ ഏറ്റവും വലിയ കഠിന ശോധനയുടെ നടുവിലോ അവൻ കടന്നു ചെന്ന് അവിടെ എഴുതിയിരിക്കുന്നത് താൻ മുമ്പേ ചെയ്തു വന്നതുപോലെ 3 പ്രാവശ്യം ദൈവത്തോട് പ്രാർത്ഥിച്ചു. ഒരു സിസ്റ്റമാറ്റിക് പ്രാർത്ഥനയുടെ ഉടമയെ. അതുകൊണ്ടാണ് ദാനിയേലിനെ വിളിച്ചത് പ്രിയ പുരുഷനായ ദാനിയേലെ. ഒരൊറ്റ കാര്യം കൂടെ ഞാൻ ആ വിഷയത്തിൽ പറയട്ടെ. ദാനിയേൽ പ്രവചനത്തിൻ്റെ അവസാന വാക്യം നമുക്കൊക്കെ വളരെ പരിചയമുള്ള ഒരു വേദഭാഗമാണ്. ദാനിയേൽ പ്രവചനത്തിൻ്റെ 12-ാം അധ്യായത്തിൻ്റെ 13-ാം വാക്യം. അതും കൂടെ ഒന്ന് വായിക്കും. അതുകൂടെ വായിക്കണമേ. നീയോ അവസാനം വരുവോളം പോയിക്കൊള്ളുക. നീ വിശ്രമിച്ച് കാലാവസാനത്തിങ്കൽ നിന്റെ നീയോ അവസാനം വരുവോളം പൊയ്ക്കൊള്ളുക. നീ വിശ്രമിച്ച് കാലാവസാനത്തിങ്കൽ നിന്റെ ഓഹരി ലഭിപ്പാൻ നീ എഴുന്നേറ്റ് വരും. ഞാൻ സാധാരണ നാട്ടിൽ കടന്ന് ചെല്ലുമ്പോൾ ശവസംസ്കാരത്തിനൊക്കെ കടന്നു പോകുമ്പോൾ, ഫ്യൂണറൽ സർവീസിനൊക്കെ കടന്നു പോകുമ്പോൾ സാധാരണ പാസ്റ്റർമാർ ഏറെക്കുറെ എല്ലാവരും പറയുന്ന ആ ശവശരീരത്തെ നോക്കി ഇങ്ങനെ പറയാറുണ്ട്, നീയോ പേര് പറഞ്ഞിട്ട് പോയി വിശ്രമിക്കുക, കാലാവസാനത്തെങ്കിൽ നിൻ്റെ ഓഹരി പ്രാപിപ്പാൻ നീ എഴുന്നേറ്റ് വരും. പക്ഷെ ഞാനിങ്ങനെ ചിന്തിച്ചുകൊണ്ട് ഈ ഡെഡ് ബോഡിയോട്, ശവത്തോട് ഇങ്ങനെ പറഞ്ഞിട്ട് എന്തെങ്കിലും കാര്യമുണ്ടോ? നീയോ പോയി വിശ്രമിക്കുക, കാലാവസാനത്തെങ്കിൽ നിൻ്റെ ഓഹരി പ്രാപിപ്പാൻ നീ എഴുന്നേറ്റ് വരുമെന്ന് ഈ ഡെഡ് ബോഡിയെ നോക്കി പറയുന്നുണ്ട്. എന്തെങ്കിലും കാര്യമുണ്ടോ? പക്ഷെ ഒരു കാര്യം വളരെ വ്യക്തമാണ്. ലോകത്തിൽ ഒരൊറ്റ വ്യക്തി മാത്രമേ മരണത്തിന് മുമ്പ് ഇത് കേട്ടുള്ളൂ. അതാരാ പറഞ്ഞത്? സർവശക്തനാകുന്ന ദൈവം ദാനിയേലിനോട് പറയുക, മരിച്ചു കിടന്നിട്ടല്ല പറഞ്ഞത്, മരിക്കുന്നതിന് മുമ്പ് പറഞ്ഞു, നീയോ ദാനിയേലേ നീ പൊയ്ക്കൊള്ളുക, കാലാവസാനത്തിക്കൽ നിന്റെ ഓഹരി പ്രാപിപ്പാൻ എഴുന്നേറ്റ് വരും എന്ന് ദാനിയേലിനോട് പറഞ്ഞതിനൊരു കാരണമുണ്ടായിരുന്നു. ദാനിയേലിനോട് അങ്ങനെ പറഞ്ഞതിനൊരു കാരണമുണ്ടായിരുന്നു. പ്രിയ പുരുഷനായ ദാനിയേലിനോട് പറഞ്ഞതിനൊരു കാരണമുണ്ടായിരുന്നു. വിശുദ്ധിക്കെതിരെ യാതൊരു കോംപ്രമൈസും ചെയ്യാത്ത ഒരു വ്യക്തി ായിരുന്നു ദാനിയേൽ. യാക്കോബ് ശക്തമായി വിളിച്ചു പറഞ്ഞു, പ്രവൃത്തിയില്ലാത്ത വിശ്വാസം നിർഫലം നിഷ്ഫലം എന്ന ഗ്രഹിക്കുവാൻ നിനക്ക് മനസ്സുണ്ടോ? ഇന്ന് ദൈവസന്നിധിയിലായിരിക്കുന്ന പ്രിയപ്പെട്ടവരോട് ദൈവനാമത്തിൽ ഞാൻ ഓർപ്പിക്കട്ടെ, പ്രവൃത്തിയില്ലാത്ത വിശ്വാസം. നീ ഒരു വിശ്വാസിയാണെന്ന് പറയുകയോ, നിനക്കൊരു വിശ്വാസ ജീവിതത്തിലാണ്, നീ ഒരു വിശ്വാസിയാണ്, നീ പള്ളിയിൽ പോകുന്നവരാണ്, എല്ലാ ദിവസവും കടന്നു വരുന്നവരാണ്, ദൈവസന്നിധിയിൽ എഴുന്നേറ്റ് സങ്കീർത്തനം വായിക്കുന്നവരാണ്, എന്നാൽ നിന്റെ പ്രവൃത്തി എങ്ങനെയാണ്? ഇന്ന് ദൈവാത്മാവ് വ്യക്തമായി വിരൽ ചൂണ്ടിക്കൊണ്ട് നമ്മോട് പറയുന്നത്, പ്രവൃത്തിയില്ലാത്ത വിശ്വാസം, ദൈവം ആഗ്രഹിക്കുന്ന രീതിയിലുള്ള പ്രവൃത്തിയില്ലാത്ത വിശ്വാസം, അങ്ങനെയുള്ളവര് അത് നിഷ്ഫലമാണെന്ന് നീ അറിയുന്നില്ലയോ? ഇന്നിവിടെ കടന്നു വന്ന പ്രിയപ്പെട്ടവരുടെ ദൈവനാമത്തിൽ ഞാൻ ഓർപ്പിക്കട്ടെ, ഒരു പക്ഷേ നമ്മുടെ ജീവിതത്തിൽ ദൈവം ആഗ്രഹിക്കുന്ന ഒരു പ്രവൃത്തിയിലൂടെ നമുക്ക് പോകുവാൻ കഴിയുന്നില്ലെങ്കിൽ, ഇന്ന് ഈ വൈകിയ സമയത്ത് നമ്മുടെ ജീവിതത്തിൽ ഒരു തീരുമാനമെടുത്തിട്ട് നാം ഇവിടുന്ന് നാം മടങ്ങിപ്പോകണം. എന്താണ് പ്രവൃത്തി? ആത്മാവിൻ്റെ ഫലം നമ്മിൽ കായ്ക്കുന്നവരാണോ നാം എങ്ങനെയുള്ള വിശ്വാസ ജീവിതമാണ്? വിശ്വാസിയാണ് എന്ന് പറഞ്ഞിട്ട് യാതൊരു കാര്യമില്ല. ജീവിതത്തിൽ പ്രവൃത്തിയില്ലെങ്കിൽ, ഒരു പക്ഷേ നിൻ്റെ ഭവനത്തിൽ നിൻ്റെ പ്രവൃത്തി കാണിക്കുന്നില്ല, ഒരു ഭർത്താവ് എന്നുള്ള നിലയിൽ ഭാര്യയോട് നിങ്ങളുടെ പ്രവൃത്തി നിങ്ങൾക്ക് ദൈവം ആഗ്രഹിക്കുന്ന രീതിയിലുള്ള ഒരു പ്രവൃത്തിയിലൂടെ അല്ല നീ ജീവിക്കുന്നതെങ്കിൽ, അത് തിരിച്ചാണെങ്കിലോ, അത് ദൈവസഭയിലാണെങ്കിലോ, അത് ദേശത്താണെങ്കിലോ, നിങ്ങളുടെ ഔദ്യോഗിക മണ്ഡലത്തിലാണെങ്കിലോ, ഇന്ന് ദൈവാത്മാവ് വ്യക്തമായി ഓർപ്പിക്കുന്നത്, പ്രവൃത്തിയുള്ള ഒരു വിശ്വാസിയായി, പ്രവൃത്തിയുള്ള ഒരു വിശ്വാസ ജീവിതം നയിപ്പാൻ സർവശക്തനാകുന്ന ദൈവ കൃപ ചെയ്യട്ടെ. ഒരു നിമിഷം നമുക്ക് കണ്ണുകളടയ്ക്കാം.